ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിക്കാം. ഓക്കെ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ പഠിക്കാൻ ഒന്നുമില്ല അല്ലെ, കനക്കേന്റെ മാസ് മാത്രം പഠിച്ചാൽ മതി. കനക്കേന്റെ മാസ് എത്രയാ? ഫെപ്ക. അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ക്ലിയർ ആ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ക്ലിയർ ആ. കനക്കേന്റെ മാസ് ചോദിച്ചു കഴിഞ്ഞാൽ കനക്കയുടെ മാസ് എത്രയാ? ഫെപ്ക. അപ്പൊ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ക്ലിയർ ആയി. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ ഇൻ വിച്ച് ദർ ഇസ് എൻ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ്. അയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവർക്ക് എപ്പോഴും എന്തുണ്ടാവും? ഇവിടെ ചാർജ് ഉണ്ടാവും. അയോൺ എന്ന് പറഞ്ഞാൽ അതാ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് എന്ത്? അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സോ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിയാക്ഷൻസ് ഇൻ വിച്ച് ദർ ഇസ് എൻ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് ബിറ്റ്വീൻ ദി റിയാക്ടൻസ്. റിയാക്ടൻസിന്റെ ഇടയിൽ അവിടെ ഒരു അയോണിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടെങ്കിൽ ഇത് തെറ്റാണ്. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നാ അതിനെ പറയാ. They are known as double displacement reaction. So, reaction in which there is an exchange of ions between the reactants are known as double displacement reactions. Okay. So, അതിനൊരു എക്സ്പെരിമെന്റ് ആണ്. നിങ്ങളോട് ഒരു 3 ml of sodium sulfate solution in a test tube എടുക്കാൻ പറയുന്നുണ്ട്. sodium sulfate solution ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. എന്നിട്ട് വേറൊരു ടെസ്റ്റ് ട്യൂബില് 3 ml ഓഫ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ BaCl2. ബേരിയം ക്ലോറൈഡ് BaCl2. ഇപ്പൊ സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും നിങ്ങൾ എടുക്കണം. 2 ടെസ്റ്റ് ട്യൂബിലായിട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്താ കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സോഡിയം സൾഫേറ്റ് സൊല്യൂഷനും ബേരിയം ക്ലോറൈഡ് സൊല്യൂഷനും കൂടെ റിയാക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്താണോ കിട്ടുക അതാണ് നിങ്ങൾ കാണുക അല്ലെ. സോ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കാണാൻ പറ്റും. എന്താ? ഒരു വെള്ള കളറില് ഒരു പ്രസിപ്പിറ്റേറ്റ്, ഒരു വൈറ്റ് കളറിലുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് അടിയിൽ കാണാൻ പറ്റും. സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും തമ്മിൽ. ഇത് നിങ്ങൾ സൾഫേറ്റിന്റെ എക്സ്പെരിമെന്റ്, സൾഫേറ്റിന്റെ ഇത് കാണാനൊക്കെ ഹയർ സ്റ്റഡീസിൽ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. സോ യു വിൽ ഒബ്സർവ് എ വൈറ്റ് സബ്സ്റ്റൻസ് വിച്ച് ഇസ് ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ. അത് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സോല്യൂബിൾ ആയിരിക്കില്ല. അത് വെള്ളത്തിൽ സോല്യൂബിൾ ആവാതെ ചോക്കുപിടി പോലെ അടിയിൽ ഇങ്ങനെ വെള്ള കളറിന്റെ ഒരു പ്രസിപ്പിറ്റേറ്റ് കാണാൻ വേണ്ടി പറ്റും. ഇറ്റ് ഇസ് ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ. അത് വെള്ളത്തിൽ എന്തല്ല മക്കളെ? സോല്യൂബിൾ ആവാത്തൊരു സാധനം കിട്ടും. ദിസ് ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസ് ഫോംഡ് ഇസ് നോൺ ആസ് ഇസ് എ പ്രസിപ്പിറ്റേറ്റ് അല്ലെ. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലേ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. Any reactions that produces a precipitate can be called a precipitation reaction. ഏതെങ്കിലും ഒരു റിയാക്ഷനിൽ ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ റിയാക്ഷൻസിന് നമ്മൾ പറയാ precipitation reactions എന്നാണ് പറയാ. ഓക്കെ, precipitation reaction എന്ന് പറയാ. അപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന എന്തൊക്കെയാ? സോഡിയം സൾഫേറ്റും സോഡിയം Na2SO4. എന്തുകൊണ്ടാ 2 ഇടുന്നത്? നിങ്ങൾ കാൽഷ്യം ആണെങ്കിൽ CaSO4 അല്ലെങ്കിൽ കോപ്പർ ആണെങ്കിൽ CuSO4. കോപ്പർ സൾഫേറ്റ് ഇങ്ങനെ ഇടാം. പക്ഷെ Na2 എന്ന് പറയുമ്പോൾ Na ഒരെണ്ണ, കാരണം എന്നിന്റെ ഇത് 1 ചാർജ് 1 പ്ലസ് അപ്പൊ എന്ത് വേണം? 2 എണ്ണം വേണം. എന്നാലല്ലേ SO4 2 മൈനസ് ആ. അപ്പൊ അത് ബാലൻസ് ആവണമെങ്കിൽ എന്ത് വേണം? 2 Na വേണം കേട്ടോ. Na2SO4 എന്ന് എഴുതാം. NaSO4 എന്ന് എഴുതല്ലേ, അത് തെറ്റാണ്. NaSO4 അല്ല, എന്ത് എഴുതണം? 2 മൈനസ് ആ. അപ്പൊ ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ 2 പ്ലസ് ചാർജ് കിട്ടണം. അപ്പൊ എന്ത് ചെയ്യണം? Na2SO4 എന്ന് പറയുന്നതാണ്. അങ്ങനത്തെ ഒരു കോമ്പൗണ്ട് ആണ് എന്ത് ചെയ്യുക? എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, കാണാൻ പറ്റുന്നില്ല? ദാറ്റ് ഇസ്. അപ്പം നമ്മള് സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 സോഡിയം ക്ലോറൈഡും പിന്നെ എന്താ ബേരിയം സൾഫേറ്റ്. ഇതാണ് എന്ത്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ബേരിയം സൾഫേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? വൈറ്റ്. അപ്പം നമ്മുടെ ഒരു 2 ml അല്ലെങ്കിൽ 3 ml ഓഫ് ബേരിയം സൾഫേറ്റും അത്ര തന്നെ സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന അടിയിലൊരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അങ്ങനത്തെ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്ന റിയാക്ഷൻ നമ്മൾ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്നാണ് പറയുക.
ആൻഡ് നമ്മള് ഇവിടെ കിട്ടുന്ന precipitate ഏതാ? ബേരിയം സൾഫേറ്റ് അല്ലെ. ദ വൈറ്റ് precipitate ഓഫ് ബേരിയം BaSO4 ഇടാം. ബേരിയം സൾഫേറ്റ് ഈസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് സൾഫേറ്റും ബേരിയം അയോൺസും. ഞാൻ പറഞ്ഞു Na2 ആണ്, SO4 2- അല്ലെ. അയോൺ SO4- എന്ന് പറഞ്ഞാൽ ഇതാ SO4 2-. പിന്നെ ബേരിയം അയോൺസ് ഉണ്ട്. അയോൺ എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിളാ Ba2+. ഈ Ba2+ഉം SO4 കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? ഈ രണ്ട് അയോൺസും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് BaSO4 കിട്ടും. പിന്നെ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഉപ്പല്ലേടാ, ഉപ്പ് വെള്ളവും കിട്ടും. പക്ഷെ നമുക്ക് കിട്ടുന്ന precipitate ഏതാ? നമുക്ക് കിട്ടുന്ന precipitate എന്താ? ബേരിയം സൾഫേറ്റ്. അതാണ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിൽ എന്ത് ചെയ്യും? അയോൺസിന്റെ ഇതുണ്ടാവുന്നതാണ് എന്ത്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ക്ലിയർ ആയോടാ? ഒന്നുമില്ല, നമ്മൾ 3 ml ഓഫ് സോഡിയം സൾഫേറ്റ് സൊല്യൂഷനും 3 ml ഓഫ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷനും എടുത്തു, നമ്മൾ മിക്സ് ചെയ്തു, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അയോൺസിന്റെ എന്താണ്? അയോൺസിന്റെ റിയാക്ഷൻ ആണ് എന്ത്? എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് എന്ന് പറയുന്ന റിയാക്ഷൻ ആണ് എന്ത്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇവിടെ ബേരിയം Ba2+, ബേരിയം അയോൺസും സൾഫേറ്റ് SO4 2- അയോൺസിന്റെയും എക്സ്ചേഞ്ച്, അവിടെയാണ് റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെ നടന്നിട്ട് എന്ത് കിട്ടും നമുക്ക്? ബേരിയം സൾഫേറ്റ് BaSO4 കിട്ടും. ഇതൊരു വൈറ്റ് precipitate ആണ്. അതാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ ഏതൊക്കെ റിയാക്ഷൻസ് പഠിച്ചു ഇതുവരെ? ഏതൊക്കെ പഠിച്ചു? കോമ്പിനേഷൻ റിയാക്ഷൻ പഠിച്ചല്ലേ? ഒരു 2-3 എലമെന്റ്സ് ഒക്കെ കൂടിയിട്ട് 1 or more റിയാക്ടൻസ് ചേർന്നിട്ട് പ്രോഡക്റ്റ് ഉണ്ടാവുന്നതിനാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയാ. പിന്നെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഹീറ്റ് എനർജി, അല്ലെങ്കിൽ thermal decomposition എന്ന് പറയുമല്ലോ അതിന്. പിന്നെയോ ലൈറ്റ് എനർജി, ദാറ്റ് ഈസ് ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കിട്ടിയിട്ടുള്ള ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. അങ്ങനെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ പഠിച്ചു. പിന്നെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിച്ചല്ലേ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ എന്താ പഠിച്ചത്? ആകെ പഠിച്ചത് കന്നക്കയുടെ മാസ് എന്താ? ഫെപ്റ്റ ആണെന്ന് പഠിച്ചു. പിന്നെ നമ്മളിപ്പോ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിച്ചു. ഇനി നമുക്ക് ഒരെണ്ണം ഒറ്റ ടൈപ്പും കൂടെ പഠിക്കാനുള്ളൂ, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ അല്ലെ? ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനും കൂടി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് റിയാക്ഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? സോ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ നമ്മളോട് പറയാണ്, ഒരു ചൈന ഡിഷ് എടുത്തിട്ട് അതിനകത്ത് 1 gram കോപ്പർ പൗഡർ ഉള്ള ഒരു ചൈന ഡിഷ് എടുക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം? അത് ഹീറ്റ് ചെയ്യാം. ഓക്കെ, കോപ്പർ പൗഡർ എടുത്തിട്ട്, കോപ്പർ എന്ന് പറഞ്ഞാൽ Cu അല്ലെ? കോപ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ഹീറ്റ് ചെയ്യാ അല്ലെ? ഹീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താ ഒബ്സർവ് ചെയ്യുന്നത്? അപ്പം സർഫസ് ഓഫ് കോപ്പർ പൗഡർ ബിക്കം എന്താവും? കോട്ടഡ് വിത്ത് ഒരു ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ്. ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താടാ? ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. സോ എന്തുണ്ടാവും? ഒരു ബ്ലാക്ക് കോപ്പർ ഓക്സൈഡിന്റെ ഒരു ലെയർ ഫോം ചെയ്യും അല്ലെ? This is because oxygen is added. ഞാൻ പറഞ്ഞില്ലേ, ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അവിടെ എന്താണ്? ബേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട് അല്ലെ? ഓക്സിജന്റെ റിയാക്ഷൻ ആണ്. ബിക്കോസ് ഓക്സിജൻ ഈസ് ആഡഡ് ടു കോപ്പർ ആൻഡ് കോപ്പർ ഓക്സൈഡ് ഈസ് ഫോംഡ്. ഈ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ ആണ്. ഓൾസോ ദിസ് ഇസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ലെ? 2 കോപ്പർ ഉണ്ട്, പ്രോഡക്റ്റില് 2 കോപ്പർ ഉണ്ട്, ആൻഡ് 2 ഓക്സിജൻ ഉണ്ട്. പ്രോഡക്റ്റിൽ എന്തുണ്ടടാ? 2 ഓക്സിജൻ ഉണ്ട്. സോ ദിസ് ഇസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ലെ? ആൻഡ് നമ്മൾ 2 കോപ്പർ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് 2 CuO ഉണ്ടായിരിക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു ഇതിന്റെ കൂടെ ഓക്സിജന്റെ അഡീഷൻ അല്ലേ? ഓക്സിജൻ ആഡ് ചെയ്യല്ലേടാ ചെയ്യുന്നത്? ഓക്സിജൻ ആഡ് ചെയ്യപ്പെടല്ലേടാ ചെയ്യുന്നത്? ഓക്സിജൻ ആഡ് ചെയ്തിട്ട് നമുക്ക് കോപ്പറിന് എന്ത് കിട്ടുകയാണ്? ഒരു ഓക്സിജനെ കിട്ടുകയാണ് അല്ലെ? ഇതിനകത്തേക്ക് ഓക്സിജൻ ആഡ് ചെയ്യപ്പെട്ടിട്ട് കോപ്പറിന് എന്ത് കിട്ടാണ്? ഒരു ഓക്സിജനും കൂടെ കിട്ടുകയല്ലേ? ദാറ്റ് ഈസ് അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലേടാ ഇവിടെ നടന്നിരിക്കുന്നത്? അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലേടാ? അഡീഷൻ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ അങ്ങനത്തെ റിയാക്ഷൻ നമ്മൾ പറയുക എന്താ അറിയോടാ?
ഓക്സിഡേഷൻ എന്നാ പറയാ. ഓക്സിജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയാ ഓക്സിഡേഷൻ എന്നാ പറയാ. ഓക്കെ, ആ ടേം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഒരു സാധനത്തിനകത്തേക്ക് ഓക്സിജൻ ആഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്നാണ് പറയാം. സോ ഹിയർ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓക്സിഡേഷൻ അല്ലെ. ഓക്സിജൻ ആഡ് ചെയ്യുക എന്നിട്ട് ഉണ്ടാവുന്ന കോപ്പറിന്റെ അകത്തേക്ക് നിങ്ങൾ നോക്കിയേ, ഒരു ഓക്സിജൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? സോ ദിസ് ഈസ് ആൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ 2 കോപ്പർ, ഇതിന്റെ വലിയ ലെവൽ ഉണ്ട് കേട്ടോ. ഇതിന്റെ ചാർജ് വെച്ചിട്ട് പറയുന്ന ഒരു ഓക്സിഡേഷൻ ഉണ്ട്. നിങ്ങൾ ഇതിന്റെ ബേസ് പഠിച്ചാൽ മതി. ഓക്സിജൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ അവിടെ എന്ത് നടന്നു? ഓക്സിഡേഷൻ നടന്നു. ഓക്കെ, ഓക്സിഡേഷൻ നടന്നു. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന കോപ്പർ ഓക്സൈഡ് അല്ലെ. കോപ്പർ ഓക്സൈഡ് ഉണ്ട്, CO ഉണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ മുകളിലുള്ള ബ്ലാക്ക് കോട്ടിംഗ് ഇല്ലേടാ, അത് ബ്രൗൺ കളറായിട്ട് മാറും. ഹൈഡ്രജൻ പാസ് ചെയ്ത് കഴിഞ്ഞാല് അത് ബ്രൗൺ കളറായിട്ട് മാറും. ആ ബ്ലാക്ക് കോട്ടിംഗ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? ആസ് ദ റിവേഴ്സ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ആൻഡ് കോപ്പർ ഈസ് ഒബ്റ്റെയിൻഡ്. നമുക്ക് തിരിച്ച് കോപ്പർ കിട്ടുന്നുണ്ട്. അപ്പം കോപ്പർ ഓക്സൈഡിന്റെ അകത്തേക്ക് വീണ്ടും നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കോപ്പറും വാട്ടറും കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ, സോ ദിസ് ഇസ് എ ബാലൻസ്ഡ് ഇക്വേഷൻ അല്ലെ. അപ്പം ഇവിടെ നമ്മള് ഹൈഡ്രജൻ അല്ലേ ആഡ് ചെയ്തത്? ഹൈഡ്രജൻ അല്ലേ ആഡ് ചെയ്യുന്നതടാ. ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിഡക്ഷൻ എന്നാ പറയാം. അപ്പൊ അത് ഓക്സിഡേഷൻ റിയാക്ഷനും ഇത് റിഡക്ഷനും കേട്ടോ. സോ ഇവിടെ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നത്, ഹൈഡ്രജൻ എപ്പോ വന്നു കഴിഞ്ഞാലും അതിന് റിഡക്ഷൻ എന്നാണ് പറയാ. ഓക്കെ, ആ ഡെഫിനിഷൻ അങ്ങ് പഠിച്ചോ. സബ്സ്റ്റൻസ് ഗെയിൻസ് ഓക്സിജൻ. ഓക്സിജനെ കിട്ടുന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് എ റിയാക്ഷൻ ഇസ് said to be oxidized. എന്താ പറയാ? ഓക്സിഡൈസ് എന്നാ പറയാ. ഓക്സിഡൈസ് എന്നാ പറയാ. ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ ഓക്സിജൻ, ഞാൻ ഒരൊറ്റ കൺസെപ്റ്റ് പറഞ്ഞുതരാവേ. ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോ, ഓക്സിഡേഷനും റിഡക്ഷനും. അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ് എന്ത്? ഓക്സിഡേഷൻ അല്ലെ. അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ് എന്ത്? ഓക്സിഡേഷൻ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് എന്ത്? റിഡക്ഷൻ അല്ലേ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണെന്ത്? റിഡക്ഷൻ. അഡീഷൻ ഓഫ് ഓക്സിജൻ മാത്രമല്ല ഓക്സിഡേഷൻ എന്ന് പറയാ. നമ്മള് ഹൈഡ്രജനെ റിമൂവ് ചെയ്താലും അതിനെന്താ പറയാടാ? ഓക്സിഡേഷൻ എന്നാ പറയാ. സോ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്താടാ? റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്താടാ? റിഡക്ഷൻ ആണ്. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാലും റിഡക്ഷൻ ആണ്. ഓൾസോ ഇവിടെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓക്സിഡേഷൻ ആണ്. അപ്പൊ ഓക്സിഡേഷൻ ആവാനുള്ള 2 ക്രൈറ്റീരിയ ആണ്, അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. റിഡക്ഷൻ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ? റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജന് അല്ലെങ്കിൽ എന്താടാ? റിമൂവൽ ഓഫ് ഓക്സിജൻ ആടാ. ഓക്സിജൻ പോയി കഴിഞ്ഞാൽ അവിടെ റിഡക്ഷൻ ആണ് നടക്കുക. സോ റിമൂവൽ ഓഫ് ഓക്സിജൻ എന്താടാ? റിഡക്ഷൻ ആണ്. അപ്പം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ. അപ്പൊ ഇതിനകത്തുനിന്ന് ഓക്സിജൻ പോയി കഴിഞ്ഞില്ലേടാ? ഓക്സിജൻ ഇതിൽ നിന്ന് പോയില്ലേ? കോപ്പർ ഓക്സൈഡ് മാറിയിട്ട് ഇവിടെ കോപ്പർ മാത്രമായില്ലേ? കോപ്പറിന്റെ അകത്തുനിന്ന് ഓക്സിജൻ പോയില്ലേടാ? കോപ്പറിന്റെ അകത്തുനിന്ന് ഓക്സിജൻ പോയില്ലേ ഇവിടെ എത്തിയപ്പം? അതിനപ്പം എന്താ കോപ്പറിന് എന്താ സംഭവിച്ചത്? റിഡക്ഷൻ സംഭവിച്ചല്ലേ? ഓക്സിജൻ പോയി കഴിഞ്ഞാൽ അതിന് റിഡക്ഷൻ തന്നെയാ പറയാം. അപ്പം സബ്സ്റ്റൻസ് ലോസസ് ഓക്സിജൻ ഡ്യൂറിങ് എ റിയാക്ഷൻ ഇറ്റ് ഈസ് സെഡ് ടു ബി റെഡ്യൂസ്. ഓക്സിജൻ പോയി കഴിഞ്ഞാൽ റിഡക്ഷനും സംഭവിച്ചു, ഓക്സിജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിഡേഷനും സംഭവിച്ചു. അതേപോലെ തന്നെ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റിഡക്ഷൻ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിഡക്ഷൻ സംഭവിച്ചല്ലേ? ഓക്കെ, അപ്പം ഓക്സിഡേഷനും റിഡക്ഷനും ഒരു റിയാക്ഷനിൽ നടക്കുന്നുണ്ടെങ്കിൽ ദേ ആർ നോൺ ആസ് റെഡോക്സ് റിയാക്ഷൻസ്.
ഓക്സിഡേഷനും റിഡക്ഷനും ഒരു റിയാക്ഷനിൽ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാ മക്കളെ റെഡോക്സ് റിയാക്ഷൻസ്. ഓക്കെ, എന്താ പറയാ? റെഡോക്സ് റിയാക്ഷൻസ്. റെഡോക്സ് റിയാക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ അങ്ങനത്തെ സച്ച് റിയാക്ഷൻസ് ആർ നോൺ ആസ് റെഡോക്സ് റിയാക്ഷൻസ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ കോപ്പർ ഓക്സൈഡ് ഉണ്ട് അല്ലെ. കോപ്പർ ഓക്സൈഡിന്ന് കോപ്പർ ഓക്സൈഡ് മാറിയിട്ട് കോപ്പർ ആയിട്ട് മാറി. ഓക്സിജൻ റിമൂവ് ആയില്ലേ? അവിടെ എന്താ നടന്നത്? റിഡക്ഷൻ നടന്നല്ലേ. എന്തുകൊണ്ടായിരിക്കും റിഡക്ഷൻ നടന്നതടാ? എന്തുകൊണ്ടാണ് ഇതിന് റിഡക്ഷൻ നടന്നത്? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലേ ഇവിടെ വരുന്നത്? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലേ? സോ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ എന്താ? റിഡക്ഷൻ ആണല്ലേ. ഓക്കെ, അപ്പൊ ഇതിവിടെ നടന്നിരിക്കുന്ന റിഡക്ഷൻ ആണ് നടന്നിരിക്കുന്നത്. ആൻഡ് ഹൈഡ്രജൻ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഹൈഡ്രജൻ എന്തായി? ഓക്സിജൻ കിട്ടിയല്ലേ. അവിടെ എന്ത് സംഭവിച്ചടാ? ഓക്സിഡേഷൻ സംഭവിച്ചല്ലേ. ഹൈഡ്രജന് ഓക്സിഡേഷനും സംഭവിച്ചല്ലേ. സോ ഇത് റെഡോക്സ് റിയാക്ഷൻ ആണ്. ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെങ്കിൽ അങ്ങനത്തെ റിയാക്ഷന് നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് ആണ് പറയാം. ZnO plus C gives Zn plus CO അല്ലേ. ZnOയില് Zn ഓക്സിജന് നഷ്ടപ്പെട്ടല്ലേ. ലോസ് ഓഫ് ഓക്സിജൻ ആണല്ലേ. അവിടെ എന്താ സംഭവിച്ചത്? റിഡക്ഷൻ സംഭവിച്ചല്ലേ. ഓക്സിജൻ നഷ്ടപ്പെട്ടു. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ റിഡക്ഷൻ റിയാക്ഷൻ. കാർബണിന് എന്താ കിട്ടിയത്? ഓക്സിജന് കിട്ടിയല്ലേ അല്ലേ. ഓക്സിഡേഷൻ സംഭവിച്ചല്ലേ. ഓക്സിജനെ കിട്ടിയല്ലേ കാർബണിന്. സോ ദിസ് ഇസ് ഓക്സിഡേഷൻ. പിന്നെ നോക്കൂ, MnO2 മാംഗനീസ് ഡയോക്സൈഡും 4 HCl കൂടി റിയാക്ട് ചെയ്തിട്ട് MnCl2 പ്ലസ് 2H2O പ്ലസ് Cl2 കിട്ടി അല്ലെ. ഈ MnO2 MnCl2 ആയിട്ട് മാറി അല്ലെ. ഓക്സിജൻ പോയല്ലേ. സോ ഓക്സിഡേഷൻ അല്ല അവിടെ. സോ എന്ത് സംഭവിച്ചു? ഓക്സിജൻ പോയി. ദാറ്റ് ഈസ് റിഡക്ഷൻ നടന്നല്ലേ. സോ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാടാ? റെഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയാം. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇഫക്ട് ഓഫ് ഓക്സിഡേഷൻ റിഡക്ഷൻസ് ഇൻ എവറിഡേ ലൈഫ്. നമ്മളെ ഡെയിലി ലൈഫിൽ ഇങ്ങനത്തെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നുണ്ടോ എന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. ഇഫക്ട് ഓഫ് ഓക്സിഡേഷൻ റിഡക്ഷൻസ് ഇൻ എവറിഡേ ലൈഫ്. ഫസ്റ്റ് പോയിന്റ് ആണെടാ അതിനകത്ത് കൊറോഷൻ ആണ് ഫസ്റ്റ്. കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെറ്റൽ ആയിരിക്കണേ, അത് ലോഹമായിരിക്കണം. ഒരു മെറ്റലിന് എന്താ ഡിസ്ട്രക്ഷൻ ആവുന്നതിനാണ് അല്ലെ കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു മെറ്റാലിക് സബ്സ്റ്റൻസിന്റെ ഡിസ്ട്രക്ഷൻ ആണ് അല്ലെ. ഇപ്പം അയേൺ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താ? റസ്റ്റിംഗ് ഓഫ് അയേൺ അല്ലെ. ഇരുമ്പ് തുരുമ്പിക്കുന്നത് അല്ലെ, റസ്റ്റിംഗ് ഓഫ് അയേൺ. കണ്ടിട്ടില്ലേ നിങ്ങള്? എന്താ പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ള അയേൺ നമ്മൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടർ മോയിസ്ചറും ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ബ്രൗണിഷ് കോട്ടിങ് വരും അല്ലെ അയേണിന്. ഒരു ബ്രൗണിഷ് കോട്ടിങ് വരും. ദാറ്റ് ഈസ് നോൺ ആസ് റസ്റ്റിംഗ് ഓഫ് അയൺ. അതിനാണ് നമ്മൾ റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് പിന്നെ എന്താ പറയുന്നത്? അങ്ങനത്തെ അയൺ ഒരു മെറ്റൽ അല്ലേ. അപ്പൊ അയൺ എന്താ സംഭവിക്കുന്നത്? കൊറോഷൻ ആണ് അല്ലെ. സോ വെൻ എ മെറ്റൽ ഈസ് അറ്റാക്ഡ് ബൈ സബ്സ്റ്റൻസസ് അറൌണ്ട് ഇറ്റ് സച്ച് ആസ് മോയിസ്ചർ, ഒന്നില്ലെങ്കിൽ മോയിസ്ചർ അല്ലെങ്കിൽ ആസിഡ് ഉണ്ടെങ്കിലും ചിലപ്പം കൊറോഷൻ സംഭവിക്കും. ആസിഡ് കൊണ്ട് കൊറോഡ് ആവും അല്ലെ. ഇറ്റ് ഈസ് സെഡ് ടു corrode and this process is called as corrosion. അപ്പോൾ ഒരു മെറ്റലിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നതിനാണ് ആസിഡോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് മോയിസ്ചറോ എന്തെങ്കിലും കൊണ്ട് ആ മെറ്റലിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയാണെങ്കിലാണ് നമ്മൾ മക്കളെ അതിന് എന്ത് പറയാ? കൊറോഷൻ സംഭവിച്ചു എന്ന് പറയാ. ഓക്കെ, അതിനാണ് നമ്മൾ കൊറോഷൻ സംഭവിച്ചു എന്ന് പറയുന്നത്. സോ സിൽവർ കുറെ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? പാദസരമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുറെ കഴിയുമ്പം എന്താ അറ്റ്മോസ്ഫിയറിക് മോയിസ്ചർ ഒക്കെ ആയിട്ട് അത് റിയാക്ട് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് കളർ, അതിന് ചെറുതായിട്ടൊരു ബ്ലാക്ക് വരുന്നുണ്ടാവുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോടാ? ബ്ലാക്ക് ആയിട്ട് ഒരു കോട്ടിങ് വരുന്നത്. സിൽവർ ഓർണമെന്റ്സ് ഉള്ള ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ബ്ലാക്ക് കോട്ടിങ് ഓഫ് സിൽവർ വരും. അതെന്താവുന്നത് കൊണ്ടാടാ? കൊറോഷൻ സംഭവിക്കുന്നുണ്ടാട്ടോ. സിൽവർ ഒരു മെറ്റൽ അല്ലേ. മെറ്റലിന് കൊറോഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് ഒരു ബ്ലാക്ക് കോട്ടിംഗ് ഓവർ സിൽവർ വരുന്നത്. ഓൾസോ അയണിന്റെ റസ്റ്റിംഗ്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്
അത് കൊറോഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ്, അതിന്റെ മെറ്റൽ കേടാവുന്നത് കൊണ്ടാണ്. പിന്നെ കോപ്പർ ആണെങ്കിലും ചെമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ചെമ്പുള്ള സാധനം കോപ്പറിന്റെ മുകളിൽ ഒരു പച്ച കളർ കോട്ടിങ് വരുന്നത്, ഒരു ഗ്രീനിഷ് കോട്ടിങ് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോ അതും എന്താണ്? കൊറോഷൻ ആണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ? കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മെറ്റല് മോയ്സ്ചറോ അല്ലെങ്കിൽ ആസിഡോ ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ മെറ്റൽ ഡിസ്ട്രക്റ്റഡ് ആയി പോകുന്നതിനാണ് നമ്മൾ കൊറോഷൻ എന്ന് പറഞ്ഞിരുന്നത്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. സിൽവറിന് ഒരു ബ്ലാക്കിഷ് കോട്ടിങ് വരുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കുറെ കാലമായിട്ട് അറ്റ്മോസ്ഫിയറിക് കോണ്ടാക്ട് വരുന്നതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. ഓൾസോ ചെമ്പാണെങ്കിലും പച്ച കളർ വരുന്നത്, ഗ്രീനിഷ് കോട്ടിങ് വരുന്നുണ്ട് അല്ലെ ചെമ്പിനും കോപ്പറിനും. പിന്നെ റസ്റ്റിംഗ് ഓഫ് അയൺ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? കൊറോഷന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. കണ്ടോ നിങ്ങൾ ഗ്രീനിഷ് കോട്ടിങ്? ഇത് കോപ്പറാ, കൊറോഷൻ സംഭവിച്ചിട്ടുള്ള കോപ്പറാണ്. ഇത് കോപ്പറാണ്, കോപ്പറിന് കൊറോഷൻ സംഭവിച്ചിട്ടിരിക്കുകയാണ് കോപ്പർ. ഇതാണ് കോപ്പർ കൊറോഷൻ. ഗ്രീനിഷ് കോട്ടിംഗ് അല്ലേ ഉണ്ടാവുന്നത്? ആ കളർ നിങ്ങൾ ഓർക്കണേ. ഗ്രീനിഷ് ആണ് കോപ്പറിന് ഉണ്ടാവുക, ബ്ലാക്കിഷ് കളറാണ് സിൽവറിന് ഉണ്ടാവുക. ബ്ലാക്ക് കോട്ടിംഗ് ആണ് സിൽവറിന് ഉണ്ടാവുക. ഓക്കെ, ബ്ലാക്ക് കളറിലുള്ള കോട്ടിംഗ് ആണ് സിൽവറിന് ഉണ്ടാവുക. ഒരുപാട് ഇത് ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഇത് ഒരുപാട് കാലം പുറത്തേക്ക് വെക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചറുമായിട്ട് കോണ്ടാക്ട് വന്നിട്ട് സിൽവറിന് കൊറോഷൻ സംഭവിക്കുന്നതാണ് ഈ ഇമേജ്. ആൻഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ ദ റസ്റ്റിംഗ് ഓഫ് അയൺ അല്ലെ? ഇരുമ്പ് തുരുമ്പിച്ചല്ലേ ബ്രൗണിഷ് കളർ ആവുക ചെയ്യുക. റസ്റ്റിംഗില് ബ്രൗണിഷ് കളർ. ദാറ്റ് ഈസ് റസ്റ്റിംഗ് അല്ലെ? റസ്റ്റിംഗ് ഓഫ് അയൺ. അപ്പം കൊറോഷൻ കോസസ് ഡാമേജ് ടു കാർ ബോഡീസ്. ഒരുപാട് നല്ലതാണോ നമുക്ക് കൊറോഷൻ ഉണ്ടാവുന്നത്? കൊറോഷൻ ഉണ്ടാകുമ്പോൾ നല്ലതാണോ? അല്ല അല്ലെ? നമ്മൾ ഇത്രയും മെനക്കെട്ട് ഒരുപാട് കാർ ബോഡീസും അങ്ങനെ നമ്മളെ കാർ ബോഡീസ് ബ്രിഡ്ജസ് ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്തു, ഷിപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സിൽവർ ഒക്കെ നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആണ് അല്ലെ? അപ്പൊ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതിന് കൊറോഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നല്ലതാണോ അത്? അല്ല അല്ലെ? സോ കൊറോഷൻ കോസസ് ഡാമേജ് ടു ദി കാർ ബോഡീസ്, ബ്രിഡ്ജസ്, ഷിപ്സ് ആൻഡ് ഓൾ ഒബ്ജക്ട്സ് മെയ്ഡ് ഓഫ് മെറ്റൽസ്, സ്പെഷ്യലി ദോസ് ഓഫ് അയൺ അല്ലെ? കൊറോഷൻ ഓഫ് അയൺ ഇസ് എ സീരിയസ് പ്രോബ്ലം. അയൺ കൊറോഷൻ എന്ന് പറയുന്നത് സീരിയസ് പ്രോബ്ലം ആണ്. എവറി ഇയർ ആൻ എനോമസ് എമൗണ്ട് ഓഫ് മണി ഈസ് സെന്റ് ടു റീപ്ലേസ് ഡാമേജ്ഡ് അയൺ. അയൺ ഡാമേജ് ആവുന്നതിനെ കൊണ്ട് ഓരോ വർഷത്തിൽ എന്താണ് ഒരുപാട് എമൗണ്ട് ഓഫ് മണി നമുക്ക് എക്സ്പെൻസ് ആവുന്നുണ്ട്. സോ കൊറോഷൻ ഓഫ് അയൺ എന്ന് പറയുന്നത് ഒരു സീരിയസ് പ്രോബ്ലം ആണ് അല്ലെ? റസ്റ്റിംഗ് സംഭവിക്കുന്നത്, ബ്രൗണിഷ് കളറിൽ കോട്ടിംഗ് വരുന്നത് ആസ് എ സീരിയസ് പ്രോബ്ലം ട്ടോ. ഇനി നിങ്ങൾ ഈ പാക്കറ്റ് കണ്ടോ? ലേസ് ആണ് അല്ലെ? ഇഷ്ടമാണോ? പച്ച ലേസ് ഉണ്ട്, ചുവപ്പുണ്ട്, നീല ലേസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഓയിൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് മെറ്റീരിയൽസ് ആണ് അല്ലെ? ഇത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പാക്കറ്റിലാക്കി എയർ ടൈറ്റ് ആയിട്ട് തരുകയാണ് അല്ലെ? അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു ടേം ആണ്, ഒരു ആപ്ലിക്കേഷൻ ആണ് റാൻസിഡിറ്റി. എന്താ റാൻസിഡിറ്റി? എന്താ റാൻസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? റാൻസിഡിറ്റി എന്താ? ഫാറ്റും ഓയിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ? ഈ ലേസ് ആയാലും നമ്മൾ കഴിക്കുന്ന ചിപ്സ് ആയാലും ഒക്കെ എന്താ? ഫാറ്റിലും ഓയിലൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് അല്ലെ? സോ ഈ ഫാറ്റും ഓയിൽസ് ഒക്കെ ഓക്സിഡൈസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ് ആയി വെക്കുമ്പോൾ അവിടെ ഓക്സിജൻ ഉണ്ട് അല്ലെ? അതുമായിട്ട് എന്താണ്? ഓക്സിഡൈസ് ആവുന്ന സമയത്ത് അവര് റാൻസിഡ് ആവും, ഒരു ചീത്ത ടേസ്റ്റും അതിന് സ്മെല്ലും, അത് ചീത്തയാവും അല്ലെ? ഓക്സിഡൈസ് ആവുമ്പോ അത് ചീത്തയാവും, അതിന് ചീത്ത സ്മെല്ലും ചീത്ത ടേസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റൂല അല്ലെ? ചില സാധനം ബിസ്ക്കറ്റ് ഒക്കെ കുറെ നേരം തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയി പോകും അല്ലെ? പിന്നെ നമുക്കത് അതിന്റെ ഒരു ക്രിസ്പി നാച്ചർ ഉണ്ടാവില്ല അല്ലെ? അത് കഴിക്കാൻ കൊള്ളാത്ത പോലെ ആയി പോകും. സോ അതിന്റെ സ്മെല്ലിലും ടേസ്റ്റിലും ഒക്കെ എന്ത് ചെയ്യണം? ഒരു ചേഞ്ച് ഉണ്ടാവും. സാധാരണ നമ്മൾ അങ്ങനെ ഓക്സിഡേഷൻ സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഈ ഫാറ്റും ഓയിലൊക്കെ ആക്കിയിട്ടുള്ള സാധനത്തിന്റെ അകത്തേക്ക് നമ്മള് ആന്റി ഓക്സിഡൻസ് ആഡ് ചെയ്തിട്ടാണ് ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്സിഡേഷന്റെ റേറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ? നന്നായിട്ട് നമ്മൾ എന്ത് സാധനം എടുത്ത് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലായിരിക്കില്ലേ നമ്മൾ പിന്നെ അത് ഇട്ട് വെക്കുന്നുണ്ടാവുക, നമുക്ക് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ തുറന്നിട്ടിച്ചിട്ട് പോവോ? ഇല്ല അല്ലെ? എന്നാലേ നമുക്ക് എന്താ
തുറന്നു വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും അല്ലെ? സോ ഓക്സിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്താ ടേസ്റ്റും സ്മെല്ലൊക്കെ ഡിഫറൻസ് വരും, നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ ആയി പോകും അല്ലെ? സോ അതാണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചേ? നമ്മൾ എന്തൊക്കെയാ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? ഫസ്റ്റ് നമ്മള് ചേഞ്ചസ് പഠിച്ചല്ലേ? ചേഞ്ചസ് പഠിച്ചു. 2 ടൈപ്പ് ചേഞ്ച്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് അല്ലേ? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചല്ലേ? കെമിക്കൽ ഇക്വേഷൻസ് പഠിച്ചല്ലേ? ബാലൻസിങ്ങും. കെമിക്കൽ ഇക്വേഷൻസിന്റെ അകത്ത് റെപ്രസെന്റേഷൻ ആൻഡ് ബാലൻസിങ് പഠിച്ചല്ലേ? ബാലൻസിങ് നിങ്ങൾ നന്നായിട്ട് നോക്കണേടാ, ബാലൻസ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണേ. റെപ്രസെന്റേഷൻ ആൻഡ് ബാലൻസിങ് പഠിച്ചല്ലേ? ബാലൻസിങ് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ബാലൻസിങ്ങും റെപ്രസെന്റേഷനും പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചതടാ? എന്താ പഠിച്ചത്? ബാലൻസിങ് കഴിഞ്ഞിട്ട് നമ്മള് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചല്ലേ? ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷനിൽ ഒന്ന് കോമ്പിനേഷൻ റിയാക്ഷൻ പഠിച്ചു. കോമ്പിനേഷൻ റിയാക്ഷൻ പഠിച്ചു. ഡീകമ്പോസിഷൻ റിയാക്ഷൻ പഠിച്ചു. അതന്നെ 3 ടൈപ്പ് പഠിച്ചു അല്ലേ? ഏതൊക്കെയാ? തോമല് പഠിച്ചു, ഫോട്ടോലിറ്റിക് പഠിച്ചു, ഇലക്ട്രോലിറ്റിക് പഠിച്ചല്ലേ? ഇലക്ട്രോലിറ്റിക് പഠിച്ചു അല്ലെ? 3 ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷൻ പഠിച്ചു. പിന്നെ നമ്മള് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിച്ചു. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ എന്താ പഠിച്ചത്? റിയാക്ടിവിറ്റി സീരീസ്, അത് ഇമ്പോർട്ടന്റ് ആണ്. കനക്കയുടെ മാസ് ഫെപ്കാന്ന് പഠിച്ചില്ലേ? റിയാക്ടിവിറ്റി സീരീസ്. ഞാൻ 2 സ്റ്റാർ കൊടുക്കുന്നുണ്ട്. ബാലൻസിങ്ങിലും അതെ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബാലൻസിങ്, ഇക്വേഷൻ ബാലൻസിങ്, റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു. പിന്നെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിച്ചു. പിന്നെ നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ പഠിച്ചു. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് 3 പഠിച്ചല്ലേ? ഏതൊക്കെയായിരുന്നു? കൊറോഷൻ പഠിച്ചു, റാൻസിഡിറ്റി പഠിച്ചു അല്ലെ? കൊറോഷനും റാൻസിഡിറ്റി മാത്രമേ പഠിച്ചുള്ളൂ. കൊറോഷനും റാൻസിഡിറ്റിയും പഠിച്ചല്ലേ? അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് കൊറോഷനും റാൻസിഡിറ്റിയും പഠിച്ചു. 2 ആപ്ലിക്കേഷൻ പഠിച്ചല്ലേ? സോ ഇതാണ് ഈ ചാപ്റ്റർ. സിമ്പിൾ ആണ്. നമുക്ക് കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ബാക്കി പോർഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കുക. ഓക്കെ, ശരി എന്നാ. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ഓൾ ദി ബെസ്റ്റ്. ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് ആൻഡ് നിങ്ങൾക്ക് സ്റ്റെപ്പിംഗ് ഇൻ ടു ന്യൂ തിങ്സ് ആണ് അല്ലെ? അപ്പൊ നന്നായിട്ട് തന്നെ ബേസ് സ്ട്രോങ് ആക്കുക. ഓൾ ദി ബെസ്റ്റ്.